കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഇരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ വൈകാൻ പാടില്ലല്ലോ. അതെ അതെ, കുട്ടികളെല്ലാവരും റെഡിയാണ്. പിന്നെ നിങ്ങൾ ചെയ്ത് പുണ്യപ്രവർത്തിക്ക് ദൈവം പ്രതിഫലം തരട്ടെ. നെയ്ച്ചോറാണെന്ന് പറഞ്ഞപ്പോഴേ കുട്ടികളെല്ലാവരും വലിയ സന്തോഷത്തിലാണ് അല്ലേ? പിന്നെ എന്നാ പിന്നെ വൈകണ്ട പോവാം. അതെ. എന്നാ നിങ്ങൾ തന്നെ ആദ്യം വിളമ്പിക്കോളൂ. ഓ ശരിയായി. ഭക്ഷണമൊക്കെ ഗംഭീരമായി. ഓ ഇനി എന്താ അടുത്ത പരിപാടി? നമ്മുടെ കുട്ടികളുടെ പാട്ടൊന്ന് കേട്ടാലോ? പിന്നെ വളരെ സന്തോഷം. ശരി, വരും. മക്കളെ, ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആ ശരി. നമ്മുടെ എല്ലാവരുടെയും മാനമ്പാടിയായ ഫിദമോളെ ഒരു പാട്ട് പാടാൻ ക്ഷണിച്ചാലോ? അല്ലേ ഫിദമോളെ? വാ.
ഈ മോളെ കാണുമ്പോൾ നമ്മളില്ലാണ്ടാക്കിയ കുഞ്ഞിനെ ഓർമ്മ വരുന്നത്. എന്താ ഇത്ര പ്രയാസം സർ? വിധി ഞങ്ങളെ ഇവിടെയാണ് കൊണ്ടെത്തിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവള് ഗർഭിണിയായപ്പോൾ ഡോക്ടർ പരിശോധനയിൽ പറഞ്ഞു കുഞ്ഞിന് അംഗവൈകല്യമുണ്ടെന്ന്. അന്ന് ഞങ്ങളെടുത്ത തീരുമാനം തെറ്റായ തീരുമാനമായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. ഇവളുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി. ഇന്നും ഞങ്ങൾ അതിൻ്റെ പാപഫലം അനുഭവിക്കുന്നു. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഇനിയും സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക്. ഇക്ക, ഇവരെയൊക്കെ സാക്ഷി നിർത്തി ഞാനൊരു കാര്യം പറയട്ടെ. കൊണ്ടുപോവാ നമുക്ക് ഈ മോളെ നമ്മുടെ സ്വന്തം മോളായിട്ട്.